ഇന്ന് നമുക്ക് ഷക്ഷുക്ക ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നന്നായി വഴന്നു വന്നാൽ നമുക്കതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് സവാള 3 എണ്ണം ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകും ഇതിലേക്ക് ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് നന്നായി ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. സവാള ലൈറ്റ് ബ്രൗൺ നിറമായാൽ ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലാക്കിയ ശേഷം 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി. ഇനി നന്നായിട്ട് വഴറ്റി കൊടുത്ത് ആ കുത്തുമണം പോകുന്നതും വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് 3 തക്കാളി, പുളിയില്ലാത്ത 3 തക്കാളി ചെറുതാക്കി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 2 തക്കാളി മിക്സിയിൽ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയത്ത് എരിവ് കുറവുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഈ സമയത്ത് അല്പം പഞ്ചസാര ചേർത്ത് വഴറ്റി കൊടുക്കാം. ഈ മസാല ഒന്ന് നീക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ ഭാഗത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മല്ലിയില ചേർത്താൽ 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മൂന്നാല് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് കൊണ്ട് ചീസ് മെൽറ്റായി വന്നു. ഇനി നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ഷക്ഷുക്ക ഇവിടെ റെഡിയായി.